ഭഗവാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി നിങ്ങളെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കുവാൻ പോകുകയാണ്. അതിനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും, ചില ചോയ്സുകൾ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. കാരണം ഭഗവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കണമെന്ന്. മുമ്പ് നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കുവാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്കൊരു കൺഫ്യൂഷനുമില്ല. കാരണം ഭഗവാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നിട്ടുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കണമെന്നാണ്, ഇല്ല എങ്കിൽ ഈ ഒരു ആക്ഷൻ ഇപ്പോൾ എടുക്കണമെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു പേടി, അത് കാരണം നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കാതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളായിരിക്കത്തില്ല, അദ്ദേഹം എടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്, തകർന്നു പോകരുത്, തളർന്നു പോകരുത് എന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അതിന് ഭഗവാന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ അന്ന് ഞാൻ ആ ഒരു ആക്ഷൻ എടുത്തത് കൊണ്ട് ഇന്ന് എനിക്ക് എന്തെല്ലാം മാറ്റം വന്നു ജീവിതത്തിലെന്ന്. ആദ്യമൊക്കെ കുറച്ച് കഠോരമായിരിക്കും കാര്യങ്ങൾ, പക്ഷേ പിന്നെ പിന്നെ ലൈറ്റായിട്ട് മാറും. ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുന്നത് പോലും വളരെ അപകടകരമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ വേറെ ഒരു വഴിയും നിങ്ങളുടെ മുന്നിലില്ല. അപ്പോൾ നിങ്ങൾ അത് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഏകദേശം, അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന്. ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പലതും ചെയ്തിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനിനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന്. ഇപ്പോൾ പല ആൾക്കാരും അവരുടെ മുന്നിലെ സാഹചര്യം ഇഗ്നോർ ചെയ്ത് ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന്. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയും എന്താണ് ചെയ്യേണ്ടത് എന്ന്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതാണ് നിങ്ങൾ ആദ്യം കേൾക്കാൻ. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് കാര്യങ്ങൾ തനിയെ ചിലപ്പോൾ ശരിയാകുമായിരിക്കും, ഇല്ല എങ്കിൽ എപ്പോഴെങ്കിലും ശരിയാവുമല്ലോ, അതുവരെ വെയിറ്റ് ചെയ്യാമെന്നായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, ചില കാര്യങ്ങൾ വളരെയധികം മോശമായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു റീഡിങ്ങിലൂടെ പറഞ്ഞത് കേട്ടിട്ട് പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാകും, ഞാനിപ്പോൾ ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ, എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള മോശം സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന്. അപ്പോൾ പിന്നെ എന്തിന് നിങ്ങൾ മടിക്കണം? ഒരു ആക്ഷൻ എടുക്കൂ. നിങ്ങളോട് ദൈവമാണ് ആക്ഷൻ എടുക്കാൻ പറയുന്നത്, നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് ആക്ഷൻ എടുക്കാൻ. പക്ഷേ എന്നിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യരുത്. നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി വളരെ മോശമായിരിക്കാം, പക്ഷേ മുന്നോട്ട് പോയിട്ട് ഈ ഒരു സ്ഥിതി നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതാണ്. ഇത് സത്യമായ കാര്യമാണ്. ഈ ഒരു പ്രകൃതി തന്നെ നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ്. കാരണം നിങ്ങൾ ശരിയായ ഒരു ഡയറക്ഷനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഒരു പേടിയും ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല സാഹചര്യങ്ങളും ഉണ്ടാവുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഇപ്പോൾ പ്രകൃതി തന്നെ നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് പ്രകൃതി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾക്ക് പേടിയായിരിക്കും, അയ്യോ ഞാൻ എടുത്ത തീരുമാനം ശരിയാകുമോ, ഞാനിപ്പോൾ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. പക്ഷേ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെടുത്ത തീരുമാനവും നിങ്ങൾ പോയ വഴിയും ശരിയാണ് എന്ന്. കാരണം ഭഗവാൻ അത്രമാത്രം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ചില സമയം വലിയ ഒരു ആക്ഷൻ അല്ലെങ്കിൽ വലിയൊരു തീരുമാനം ലൈഫിലെടുക്കുക എന്നുള്ളത് വളരെ കഠിനമായ സാഹചര്യമായിരിക്കാം. പക്ഷേ ആ ഒരു വലിയ ആക്ഷൻ എടുത്തതിലൂടെ നമുക്ക് പല നേട്ടങ്ങളും പിന്നെയായിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ ഒരു ധൈര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ തീരുമാനം എടുത്തതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്ന്.
ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുന്നോട്ട് പോയി ഗ്രോത്ത് ലഭിക്കുന്നതാണ്. നല്ല പല ആൾക്കാരും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ ആ ഒരു ലെവല് നല്ല രീതിയിൽ കൂടുന്നതാണ്. നിങ്ങളുടെ എനർജി ബാലൻസ് ആകുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് സ്വയം ഒരു ഹീലിംഗ് ലഭിക്കുന്നതാണ്. അതാണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും വേണ്ട ഒരു ആവശ്യം. അത് ഭഗവാനും അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രകൃതി ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കണമെന്ന്. അതിനു വേണ്ടിയാണ് ഈ ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടി നിങ്ങളെ അദ്ദേഹം പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ആ ഒരു സമാധാനവും ഒരു സന്തോഷവുമാണ്. നിങ്ങളുടെ ഹൃദയത്തിനൊരു സമാധാനം വേണം, സന്തോഷം വേണം. അതാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ആ ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും 55 നമ്പർ, അതായത് ഏഞ്ചൽ നമ്പർ 55555555 ഈ നമ്പർ കാണുന്നുണ്ടായിരിക്കാം. അത് ഉദ്ദേശിക്കുന്നത് ഒരു ചേഞ്ചിനെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പോകുമ്പോഴാണ് നിങ്ങൾ ആ ഒരു നമ്പർ അടിക്കടി, അതായത് ഒരു മാസം ആയിട്ട് നിങ്ങൾ ആ നമ്പർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് വരാൻ പോകുകയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രകൃതി നിങ്ങളെക്കൊണ്ട് ഈ ഒരു തീരുമാനം എടുപ്പിക്കുകയും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചുറ്റിലുമുള്ളവർ ഇങ്ങനെ നോക്കി നിൽക്കും. ഇവർക്ക് എത്ര പെട്ടെന്നാണ് ഇങ്ങനൊരു ചേഞ്ച് വന്നത്. കൂടാതെ അവർക്ക്, നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് കണ്ടിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം അത്രമാത്രം ഒരു ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആക്ഷൻ നിങ്ങൾക്ക് നേരെ എന്താണെന്ന് കാണാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ചുറ്റിലും നോക്കിക്കോളൂ, തെറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആരൊക്കെയാണോ തെറ്റിൻ്റെ മാർഗത്തിൽ കൂടെ പോകുന്നത് അവർക്ക് ശിക്ഷ ലഭിക്കുന്നതായിട്ടും, ആരാണ് നല്ല മാർഗത്തിൽ കൂടെ പോകുന്നത് അവർക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ലഭിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെ കാണാൻ സാധിക്കുന്നതാണ് എത്രത്തോളം ആൾക്കാർ ആത്മീയതയിലേക്ക് വന്നു എന്ന്. കാരണം തെറ്റിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കുറേ ആൾക്കാർ, നിങ്ങൾക്ക് പരിചയമുള്ള പല ആൾക്കാരും സ്പിരിച്വൽ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ദൈവത്തിൻ്റെ പ്ലാനിങ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് എന്നുള്ളതിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷേ നിങ്ങളുടെ സാഹചര്യം നോക്കുമ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ വിപരീതമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനിങ്ങും ഇല്ല, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. എല്ലാ ആൾക്കാരും നിങ്ങളെക്കുറിച്ച് തെറ്റാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. എല്ലാവരും നിങ്ങളെ തെറ്റു പറയുന്നു. എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഉള്ളത് എല്ലാം മോശം സാഹചര്യങ്ങളായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഭഗവാന്റെ പ്ലാനിങ്ങിൽ, നിങ്ങളുടെ മേൽ ഒരു പ്ലാനിങ് ഭഗവാനുണ്ട്. ആ ഒരു പ്ലാനിങ്ങിൽ നിങ്ങൾ വിശ്വാസം വയ്ക്കേണ്ടതാണ്. ധൈര്യത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തകർന്നിരിക്കുകയായിരിക്കാം. പക്ഷെ നാളെ നിങ്ങളുടെ ഫേവറിൽ ഈ ഒരു സാഹചര്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കൂ. അപ്പോൾ അതിന് വേണ്ടത് പ്രതീക്ഷയും ധൈര്യവുമാണ്. പിന്നെ ഭഗവാനിൽ നിങ്ങൾക്കുള്ള വിശ്വാസവും. നിങ്ങൾ ദൈവം പറയുന്ന വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിൽ വിഷമവും സങ്കടവും ഇവിടെ ഉണ്ടാവത്തില്ല. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും വച്ച് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഭാഗ്യത്തിൽ. അപ്പോൾ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മാത്രം മതി. എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമാണ് നടക്കാൻ പോകുന്നത്. ദൈവം എനിക്ക് നല്ല വഴിയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിലെല്ലാം നല്ലതാണ് നടക്കാൻ പോകുന്നത്. ദൈവം എൻ്റെ കൂടെയുണ്ട് സപ്പോർട്ടായിട്ട് എന്ന് മാത്രം വിചാരിച്ചാൽ മാത്രം മതി. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.